നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിയമത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സങ്കീർണമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ആ ഒരു ലഹരി മരുന്ന് കേസ്, അതായത് NDPS കേസ്, അതിൽ ഹൈക്കോടതി ഒരു പുനർവിചാരണയ്ക്ക് ഓർഡർ ഇടുന്നു. അതെ. പക്ഷേ സുപ്രീം കോടതി വന്നിട്ട് അത് റദ്ദാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കേസ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ചില അടിസ്ഥാന നിയമപ്രശ്നങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതെ, ഇത് 2025 സെപ്റ്റംബർ 15 വിധിയാണ്. ജസ്റ്റിസ് മനോജ് മിശ്രയും ജസ്റ്റിസ് ഉജ്വൽ ഭുയാനുമായിരുന്നു ബെഞ്ചിൽ. ഇത് വെറുമൊരു കേസ് എന്നതിലുപരി ഇലക്ട്രോണിക് തെളിവുകളുണ്ടല്ലോ. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ. അതെ, പ്രത്യേകിച്ച് വീഡിയോ റെക്കോർഡിംഗുകൾ. അത് കോടതിയിൽ എങ്ങനെ സ്വീകാര്യമാവും? പിന്നെ ഈ കെമിക്കൽ അനലിസ്റ്റിന്റെ റിപ്പോർട്ട്, അതിന്റെ പ്രാധാന്യം എന്താണ്? അതുപോലെ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കള് അത് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ എപ്പോഴാണ് ഒരു കേസ് വീണ്ടും വിചാരണ ചെയ്യേണ്ടി വരുന്നത്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന ഒരു വിധിയാണിത്. അപ്പോൾ നിങ്ങളൊരു നിയമവിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു വക്കീലോ അതുമല്ലെങ്കിൽ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ താൽപ്പര്യമുള്ള ഒരാളോ ആയിക്കോട്ടെ, ഈ ഒരു ചർച്ച എന്തായാലും ഉപകാരപ്പെടും. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എന്തായിരുന്നു ശരിക്കും ഈ കേസിന്റെ ഒരു ബേസിസ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല്, കഞ്ചാവ് അത് കൈവശം വെച്ചു, വിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ 4 പേർക്കെതിരെയായിരുന്നു കേസ്. ഓക്കെ. പോലീസിനൊരു രഹസ്യ വിവരം കിട്ടി. അതിന്റെ പുറത്ത് റെയ്ഡ് നടന്നു. അപ്പോൾ ആദ്യത്തെ 2 പ്രതികളിൽ നിന്ന് ഒരു 39 കിലോ കഞ്ചാവ് കിട്ടി. 39 കിലോ? പിന്നെ മൂന്നാമത്തെ ആളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 108 കിലോയും പിടിച്ചു. ഓഹോ. അപ്പോൾ ഈ മുഴുവൻ പ്രോസസ്സും റെയ്ഡും കാര്യങ്ങളും ഒക്കെ പോലീസ് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. റൈറ്റ്. വിചാരണ കോടതി എന്തു ചെയ്തു? ആദ്യത്തെ 2 പേരെ ശിക്ഷിച്ചു. ശരി. മറ്റേ 2 പേരെ വെറുതെ വിട്ടു. അതൊരു സാധാരണ നടപടിക്രമം പോലെ തോന്നുന്നു. പക്ഷേ ശിക്ഷ കിട്ടിയവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോഴാണ് കാര്യങ്ങൾ മാറിയതല്ലേ? ഹൈക്കോടതി പുനർവിചാരണയ്ക്ക് ഉത്തരവിട്ടു എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു ഹൈക്കോടതിക്ക് തോന്നിയ പ്രശ്നങ്ങൾ? ഹൈക്കോടതി ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്നാമത്തത്, ഈ റെയ്ഡിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഇല്ലേ? CD. അതെ, അതൊരു പ്രധാന തെളിവാണ്. പക്ഷേ നിയമപരമായി അതിനെ ഒരു അഡ്മിസിബിൾ എവിഡൻസ് ആക്കി മാറ്റിയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഒരു വാദം. അതെങ്ങനെ? എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഇപ്പോ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചില്ല, അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് സാക്ഷികൾ സ്വന്തം വാക്കിൽ വിശദീകരിച്ചില്ല, അതിന്റെ ഒരു എഴുത്തുരൂപം, ട്രാൻസ്ക്രിപ്റ്റ് അതുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഹൈക്കോടതിക്ക് തന്നെ അപ്പീല് കേട്ടപ്പോ ആ വീഡിയോ പ്ലേ ചെയ്തപ്പോ കാര്യങ്ങൾ വ്യക്തമായില്ല എന്നും വിധിയിൽ പറയുന്നുണ്ട്. ഓ, ഇത് പ്രധാനമാണല്ലോ. കാരണം ഇപ്പോൾ എല്ലായിടത്തും വീഡിയോ തെളിവുകളാണല്ലോ. അപ്പോൾ ഒരു വീഡിയോ തെളിവായിട്ട് എടുക്കണമെങ്കിൽ ഇത്രയധികം കടമ്പകളുണ്ടോ? സുപ്രീം കോടതി ഇതിനെങ്ങനെ കണ്ടു? അവിടെയാണ് ഒരു ട്വിസ്റ്റ്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തലിനോട് യോജിച്ചില്ല. കാരണം ഇന്ത്യൻ തെളിവ് നിയമത്തിൽ സെക്ഷൻ 65B എന്നൊരു വകുപ്പുണ്ട്. ഓക്കെ, 65B. അതെ. അതിന്റെ ഉപവകുപ്പ് 4 പ്രകാരം ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്, ഇപ്പൊ ഈ CD പോലൊന്ന് തെളിവായിട്ട് എടുക്കണമെങ്കിൽ അത് ഉണ്ടാക്കിയ ആ പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഒരു സർട്ടിഫിക്കറ്റ്? അതെ. ഈ കേസിൽ വീഡിയോ എടുത്ത ഫോട്ടോഗ്രാഫർ, അതായത് സാക്ഷി നമ്പർ 2, SW നമ്പർ 2, അങ്ങനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്സിഹിറ്റ് 32 ആയിട്ട്. ഓക്കെ. അപ്പോ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ CD ഒരു ഡോക്യുമെന്റ് പോലെ തന്നെ, അതായത് ഒരു പേപ്പർ തെളിവ് പോലെ തന്നെ കോടതിക്ക് സ്വീകരിക്കാം. അതിന് വേറെ അതിന്റെ കണ്ടന്റ് ആരെങ്കിലും പറയണമെന്നോ എഴുതി കൊടുക്കണമെന്നോ ഇല്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ. അതായത് ആ വീഡിയോയിൽ എന്താണെന്ന് സാക്ഷി വന്ന് വാചകത്തിൽ പറയുകയോ അതിന്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യേണ്ടത് ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല. അല്ല, നിയമം അത് നിർബന്ധിക്കുന്നില്ല. തീർച്ചയായും ചിലപ്പോ വീഡിയോ അത്ര വ്യക്തമല്ലാത്തൊരു സാഹചര്യം വരാം. അപ്പോൾ ഒരു വിശദീകരണം വേണ്ടി വന്നേക്കാം. അത് ഓരോ കേസിന്റെയും ഫാക്ട്സ് അനുസരിച്ചിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ആ തെളിവ് സ്വീകാര്യമല്ലാതാവുന്നില്ല. ശരി. ഈ കേസിൽ തന്നെ വിചാരണ കോടതിയിൽ വെച്ച് പ്രതികളുടെയും വക്കീലന്മാരുടെയും മുന്നില് ആ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വിചാരണ കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്.
ഇനിയിപ്പോ ഹൈക്കോടതിക്ക് അപ്പീല് കേട്ടപ്പോ അത് വ്യക്തമായില്ലെങ്കിൽ അതിനൊരു വഴിയുണ്ട്. എന്താണത്? ക്രിമിനൽ നടപടി ചട്ടം, അതായത് CRPC, അതിലെ സെക്ഷൻ 391 അനുസരിച്ച് അപ്പീൽ കോടതിക്ക് വേണമെങ്കിൽ കൂടുതൽ തെളിവ് ശേഖരിക്കാം, അല്ലെങ്കിൽ അതിന്റെ വ്യക്തത വരുത്താൻ ആവശ്യമായവരെ വിളിച്ചു ചോദിക്കാം. അതിനുവേണ്ടി ഈ കേസ് മൊത്തത്തിൽ താഴെ കോടതിയിലേക്ക് വീണ്ടും വിചാരണയ്ക്ക് അയക്കേണ്ട കാര്യമില്ല. ഇതായിരുന്നു സുപ്രീം കോടതിയുടെ പോയിന്റ്. വളരെ പ്രാക്ടിക്കലായ ഒരു സമീപനമായിട്ടാണ് തോന്നുന്നത്. ഒരു ടെക്നിക്കൽ കാര്യത്തിന്റെ പേരിൽ മാത്രം ഒരു തെളിവിനെ തള്ളിക്കളയാതെ ആവശ്യമെങ്കിൽ വ്യക്തത വരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. ശരി, ഇനി ഹൈക്കോടതിയുടെ രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. കെമിക്കൽ അനലിസ്റ്റ്. അദ്ദേഹത്തെ വിസ്തരിച്ചില്ല എന്നത്. പിടിച്ചെടുത്ത സാധനം കഞ്ചാവ് തന്നെയാണോ എന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്ത് പറയുന്ന ആളാണല്ലോ ഈ കെമിക്കൽ അനലിസ്റ്റ്, CA. അപ്പോ അവരെ വിസ്തരിക്കേണ്ടതൊരു നിർബന്ധമുള്ള കാര്യമല്ലേ, പ്രത്യേകിച്ചൊരു NDPS കേസിൽ? ഹൈക്കോടതി ചിന്തിച്ചത് അങ്ങനെയാണ്. ഇത് വലിയൊരു വീഴ്ചയാണ് എന്ന രീതിയിലാണ് ഹൈക്കോടതി അതിനെ കണ്ടത്. പക്ഷേ സുപ്രീം കോടതി അവിടെയും ഒരു വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. CRPCയിൽ, അതായത് ക്രിമിനൽ നടപടി ചട്ടത്തില് സെക്ഷൻ 293(1) എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് പറയുന്നത് ഈ കെമിക്കൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്, അങ്ങനെയുള്ള ഗവൺമെന്റ് സയന്റിഫിക് എക്സ്പേർട്സ് ഇല്ലേ, അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ അവരെ നേരിട്ട് കോടതിയിൽ വിളിച്ച് വിസ്തരിക്കാതെ തന്നെ തെളിവായിട്ട് ഉപയോഗിക്കാമെന്നാണ്. ഇത് ശരിക്കും കോടതി നടപടികൾ കുറച്ചുകൂടി എളുപ്പമാക്കാനും വേഗത്തിലാക്കാനും ഉള്ളൊരു വകുപ്പാണ്. സമയം ലാഭിക്കാമല്ലോ. അതെ. കോടതിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ആ വിദഗ്ധനെ വിളിക്കാം. അതിനുള്ള അധികാരം സെക്ഷൻ 293(2)ലുണ്ട്. പക്ഷേ എല്ലാ NDPS കേസിലും CAയെ നിർബന്ധമായും വിസ്തരിക്കണം എന്ന് നിയമം എവിടെയും പറയുന്നില്ല. ഈ കേസിലാണെങ്കിൽ CA റിപ്പോർട്ടുകൾ XH 81, 82 അത് വിചാരണ കോടതി തെളിവായിട്ട് സ്വീകരിച്ചതാണ്. അതിനെതിരെ ആരും അന്നൊരു എതിർപ്പും പറഞ്ഞതായിട്ട് രേഖകളിലുമില്ല. അതുകൊണ്ട് ഈ ഒരു കാരണം പറഞ്ഞിട്ടും കേസ് വീണ്ടും വിചാരണയ്ക്ക് വിടേണ്ട കാര്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. വളരെ വ്യക്തമായി. ഇനി മൂന്നാമത്തെ കാരണം, ഒരുപക്ഷെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഏറ്റവും ഗൗരവമുള്ളതായി തോന്നുന്നത് ഇതായിരിക്കും. പിടിച്ചെടുത്ത കഞ്ചാവും അതിന്റെ സാമ്പിളുകളും കോടതിയിൽ ഹാജരാക്കിയില്ല. ഇതിനെ സുപ്രീം കോടതി എങ്ങനെയാണ് കാണുന്നത്? കാരണം സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് തൊണ്ടി മുതൽ ഹാജരാക്കണം എന്നൊക്കെ. ഇത് കോടതിയിൽ എത്തിയില്ലെങ്കിൽ പിന്നെ കേസിന് നിലനിൽപ്പുണ്ടോ? ശരിയാണ്. ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു വിഷയമാണ്. സുപ്രീം കോടതി മുൻപത്തെ പല വിധികളും, ജിതേന്ദ്ര, നൂറക, ഖേത് സിംഗ്, അങ്ങനെയുള്ള കുറേ കേസുകൾ, അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായതിനു മറുപടി പറഞ്ഞത്. കോടതി പറഞ്ഞത് പിടിച്ചെടുത്ത ലഹരിവസ്തുക്കൾ മുഴുവനായോ അല്ലെങ്കിൽ അതിന്റെ സാമ്പിളുകളോ കോടതിയിൽ ഫിസിക്കലായി ഹാജരാക്കിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് കേസ് ഇല്ലാതാവില്ല. പക്ഷെയാണ് പ്രധാനം. എന്താണ് കണ്ടീഷൻസ്? അതിന് ചില വ്യവസ്ഥകളുണ്ട്. അവിടെയാണ് NDPS ആക്ടിലെ സെക്ഷൻ 52A പ്രാധാന്യം വരുന്നത്. 52A? അതെ, സെക്ഷൻ 52A. ഈ വകുപ്പനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി പാലിച്ചിട്ടുണ്ടാവണം. എന്തൊക്കെയാണത്, ആ നടപടിക്രമങ്ങൾ? ലിസ്റ്റ്, അതായത് ഇൻവെന്ററി, അത് തയ്യാറാക്കണം, അതിന്റെ ഫോട്ടോ എടുക്കണം, ഇതിൽ നിന്ന് പരിശോധനയ്ക്ക് അയക്കാനുള്ള സാമ്പിളുകൾ വേർതിരിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വച്ചായിരിക്കണം. മജിസ്ട്രേറ്റ് അവിടെ ഉണ്ടാവണം? അതെ. എന്നിട്ട് ഈ ഇൻവെന്ററി, ഫോട്ടോസ്, എടുത്ത സാമ്പിളിന്റെ ലിസ്റ്റ്, ഇതെല്ലാം മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തുകയും വേണം. എന്തിനാണ് ഈ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യവും സാക്ഷ്യപ്പെടുത്തലുമൊക്കെ ഇത്ര നിർബന്ധമാക്കുന്നത്? കാരണം സെക്ഷൻ 52A(4) പറയുന്നത് ഇങ്ങനെ മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തിയ ഈ രേഖകൾ, ഇൻവെന്ററി, ഫോട്ടോ, സാമ്പിൾ ലിസ്റ്റ്, ഇവയെ കേസിന്റെ വിചാരണ സമയത്ത് പ്രൈമറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാമെന്നാണ്. പ്രൈമറി എവിഡൻസ്? അതെ, പ്രാഥമിക തെളിവ്. അതിന്റെ അർത്ഥം പിന്നീട് ആ വലിയ അളവിലുള്ള ലഹരിവസ്തു മുഴുവനായിട്ട് കോടതിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഈ രേഖകൾക്ക് വളരെയധികം തെളിവ് മൂല്യമുണ്ട്. മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ എടുത്ത സാമ്പിളുകളുണ്ടല്ലോ, അത് കൃത്യമായി സീൽ ചെയ്ത് യാതൊരു മാറ്റവും വരുത്താതെയാണ് ഫോറൻസിക് ലാബിൽ FSLൽ എത്തിയത് എന്നും അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് ഈ സാമ്പിളുകളുടേത് തന്നെയാണെന്നും തെളിയിക്കണം. ആ ഒരു കണക്ഷൻ, ആ ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയും, അത് ബ്രേക്ക് ആവാൻ പാടില്ല. ശരി. അപ്പോ ഈ കേസിൽ ഈ സെക്ഷൻ 52A പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? സുപ്രീം കോടതി എന്ത് കണ്ടെത്തി? വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് സെക്ഷൻ 52 അനുസരിച്ചുള്ള ഇൻവെന്ററി XH 84 തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ്.
സാമ്പിളുകൾ സീൽ ചെയ്താണ് FSLലേക്ക് അയച്ചത് എന്ന് സാക്ഷി നമ്പർ 6 SW നമ്പർ 6 മൊഴി കൊടുത്തിട്ടുണ്ട്. FSL റിപ്പോർട്ടുകളിലും XH81, 82 സാമ്പിള് കിട്ടിയപ്പോൾ സീൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭദ്രമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവുകളൊക്കെ വിചാരണാ കോടതി പരിഗണിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം, ഈ സാമ്പിളുകൾ കോടതിയിൽ ഫിസിക്കലായി ഹാജരാക്കിയില്ല, തുറന്ന് പരിശോധിച്ചില്ല എന്നുള്ളതായിരുന്നു. അത് ശരിയാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ CRPC സെക്ഷൻ 391 വെച്ച് അപ്പീൽ കോടതിക്ക് വേണമെങ്കിൽ ആ സാമ്പിൾ വരുത്തി പരിശോധിക്കുകയോ മറ്റോ ചെയ്യാമായിരുന്നു. അതിനുവേണ്ടി കേസ് മുഴുവൻ റീട്രയലിന് വിടേണ്ട കാര്യമില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ഫൈനൽ വ്യൂ. ചുരുക്കി പറഞ്ഞാൽ ഹൈക്കോടതി പുനർവിചാരണയ്ക്ക് അടിസ്ഥാനമാക്കിയ 3 കാരണങ്ങളെയും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു, അല്ലേ? അതെ. പുനർവിചാരണ അഥവാ റീട്രയൽ എന്ന ആ ഒരു ആശയത്തെക്കുറിച്ച് സുപ്രീം കോടതി പൊതുവായി എന്തെങ്കിലും നിരീക്ഷണം നടത്തിയോ? എപ്പോഴാണ് ശരിക്കും ഒരു കേസ് വീണ്ടും വിചാരണ ചെയ്യേണ്ടി വരുന്നത്? നടത്തി. അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആ വിധിന്യായത്തിലെ. പുനർവിചാരണ അഥവാ റീട്രയൽ എന്നത് അങ്ങേയറ്റം അപൂർവമായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ എളുപ്പത്തിലെടുത്ത് പ്രയോഗിക്കേണ്ട ഒന്നല്ല. സുപ്രീം കോടതി പഴയ ചില കേസുകളൊക്കെ ഉദ്ധരിച്ചു. UK കോലെ, അജയ് കുമാർ, അങ്ങനെയുള്ള കേസുകൾ. എന്നിട്ട് പറഞ്ഞു, വിചാരണയിൽ എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമലംഘനം നടക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായ ക്രമക്കേട് നടക്കുക, വിചാരണ നടത്തിയ കോടതിക്ക് അതിനുള്ള അധികാരപരിധി തന്നെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ പ്രതിക്കോ അവരുടെ കയ്യിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ പറ്റാതെ പോകുക, ഇങ്ങനെയുള്ള വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിലും മാത്രമേ റീട്രയലിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അതായത് പ്രോസിക്യൂഷൻ എവിടെയെങ്കിലും കുറച്ച് വീഴ്ച വരുത്തി, അല്ലെങ്കിൽ അവരുടെ കേസ് കുറച്ച് വീക്കായിപ്പോയി, അതുകൊണ്ട് ഒന്നുകൂടി അവസരം കൊടുക്കാം എന്ന രീതിയിൽ റീട്രയൽ ഓർഡർ ചെയ്യാൻ പാടില്ല എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. പ്രോസിക്യൂഷന് പറ്റിയ വീഴ്ചകൾ പരിഹരിക്കാനോ അവർക്ക് രണ്ടാമതൊരു ബൈറ്റ് അറ്റ് ദ ചെറി കൊടുക്കാനോ ഉള്ള ഒരു എളുപ്പ വഴിയായിട്ട് റീട്രയലിനെ കാണരുത്. അത് നിയമവാഴ്ചയ്ക്ക് എതിരാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ശരി. അപ്പോ അന്തിമമായിട്ട് ഈ കേസില് സുപ്രീം കോടതിയുടെ തീരുമാനം എന്തായിരുന്നു? സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ആ പുനർവിചാരണയ്ക്കുള്ള ഉത്തരവ് പൂർണ്ണമായിട്ടും റദ്ദാക്കി, സെറ്റ് സൈഡ് ചെയ്തു. എന്നിട്ട് പ്രതികൾ കൊടുത്ത അപ്പീലുകളുണ്ടല്ലോ, അത് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് തന്നെ വിട്ടു. ഹൈക്കോടതി നിലവിലുള്ള തെളിവുകളെല്ലാം പരിശോധിച്ച് നിയമപരമായി ആ അപ്പീലുകളിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തത്. പറ്റുമെങ്കിൽ 6 മാസത്തിനുള്ളിൽ. ഞങ്ങൾ ഈ കേസിന്റെ മെറിറ്റ്സിലേക്ക്, അതായത് പ്രതികൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന കാര്യത്തിലേക്ക് കടക്കുന്നില്ല. പുനർവിചാരണ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന നിയമപരമായ ചോദ്യം മാത്രമാണിപ്പോൾ പരിശോധിച്ചത്. ബാക്കി കാര്യങ്ങൾ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. വളരെ വ്യക്തമായി. അപ്പോൾ ഈ ഒരു വിശദമായ നിയമവിശകലനത്തിൽ നിന്ന് നമ്മൾക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. നമുക്കൊരു 4 കാര്യങ്ങൾ ഓർക്കാം. 1. ഇലക്ട്രോണിക് തെളിവ്. ഇപ്പോ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ സെക്ഷൻ 65B പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിയമപരമായി സ്വീകാര്യമാണ്. ഒരു ഡോക്യുമെന്റ് പോലെ തന്നെ. അതിന്റെ ഉള്ളടക്കം സാക്ഷി വിശദീകരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് വേണം എന്നൊന്നും നിയമം നിർബന്ധിക്കുന്നില്ല. ശരി, ഒന്നാമത്തെ പോയിന്റ്. 2. കെമിക്കൽ അനലിസ്റ്റ് പോലുള്ള സർക്കാർ ശാസ്ത്രീയ വിദഗ്ധരുടെ റിപ്പോർട്ട് CRPC സെക്ഷൻ 293 പ്രകാരം അവരെ നേരിട്ട് വിസ്തരിക്കാതെ തന്നെ തെളിവായിട്ട് കോടതിക്ക് സ്വീകരിക്കാം. വേണമെങ്കിൽ വിസ്തരിക്കാം, പക്ഷേ നിർബന്ധമില്ല. രണ്ടാമത്തെ പോയിന്റ്. 3. NDPS കേസുകളിൽ പിടിച്ചെടുത്ത ലഹരി വസ്തു മുഴുവനായിട്ട് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ സെക്ഷൻ 52A പ്രകാരമുള്ള നടപടിക്രമങ്ങൾ, അതായത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇൻവെന്ററി, ഫോട്ടോ, സാമ്പിൾ എടുക്കൽ, അത് സാക്ഷ്യപ്പെടുത്തൽ, ഇതെല്ലാം കൃത്യമായി പാലിച്ചിരിക്കണം. പിന്നെ ആ സാമ്പിളും ലാബ് റിപ്പോർട്ടും തമ്മിലുള്ള ബന്ധം, ആ തുടർച്ച, അത് വിശ്വസനീയമായി തെളിയിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ തൊണ്ടി മുഴുവൻ ഹാജരാക്കിയില്ലെങ്കിലും കേസ് നിലനിൽക്കും. അതായത് 52A പാലിക്കുന്നതിലാണ് കാര്യം, അല്ലാതെ ടൺ കണക്കിന് കഞ്ചാവ് കോടതി മുറിയിൽ കൊണ്ടുവരുന്നതിലല്ല. അതെ. 4. ക്രിമിനൽ കേസിൽ പുനർവിചാരണ അഥവാ റീട്രയൽ എന്നത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. വളരെ അപൂർവമായി
ഗുരുതരമായ പിഴവുകൾ കാരണം നീതി നിഷേധിക്കപ്പെടും എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു എക്സ്ട്രാ ഓർഡിനറി പവറാണത്. അല്ലാതെ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ നികത്താനുള്ള ഒരു എളുപ്പവഴിയല്ല. വളരെ നന്ദി. ഈ 4 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നിയമവ്യവസ്ഥയും ഈ മാറ്റങ്ങൾക്കൊപ്പം എത്തേണ്ടതുണ്ട്. ഈ കേസ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് തെളിവുകൾ, അത് വീഡിയോ ആകാം, ഓഡിയോ ആകാം, ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ആകാം, ഇതൊക്കെ കോടതികളിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇവയുടെയൊക്കെ സാങ്കേതികവും നിയമപരവുമായ സങ്കീർണതകൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ കോടതി നടപടിക്രമങ്ങൾ എത്രത്തോളം സജ്ജമാണ്? ഈ കേസിൽ നമ്മൾ കണ്ടതുപോലെ ഒരു വീഡിയോയുടെ വ്യക്തതയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ അഡ്മിസിബിലിറ്റിയെക്കുറിച്ചോ ഒരു തർക്കം വരുമ്പോൾ ഉടൻ തന്നെ പുനർവിചാരണ എന്ന കടുത്ത നടപടിയിലേക്ക് പോകാതെ നീതി ഉറപ്പാക്കിക്കൊണ്ടുതന്നെ കൂടുതൽ പ്രായോഗികവും വേഗതയേറിയതുമായ മറ്റെന്ത് സമീപനങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്ന കാര്യമാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. നന്ദി.